ഹായ്. പലപ്പോഴും ചൈനയുമായിട്ടുള്ള ബോർഡർ സ്റ്റാൻഡ് ഓഫുകളിൽ പ്രധാനമായിട്ടും ഇന്ത്യ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇൻഫ്രാസ്ട്രക്ചർ. കാരണം പലപ്പോഴും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് റോഡും മറ്റ് മാർഗങ്ങളൊന്നും കൃത്യമായിരിക്കില്ല. അപ്പം അത് വലിയൊരു തലവേദനയായിട്ട് തുടരുകയാണ്. അപ്പം നിരന്തരം ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുമായിട്ട് നമ്മുടെ ബോർഡർ ഏരിയാസിൽ മുമ്പോട്ട് പോകണം. അതിലെ വിജയകരമായി പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച ഒരു പ്രധാനപ്പെട്ട ടണലിനെ കുറിച്ചാണ് പറയുന്നത്. സെല പാസ് ടണൽ എന്നാണ് അതിൻ്റെ പേര്. സെല എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലെ ഒരു തടാകം, അതിനോട് ചേർന്നുള്ളൊരു പാസ്സാണ് സെല പാസ്. അവിടെ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുമൂലം നമ്മുടെ ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങൾ, അതിന് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണല്ലോ പറയുന്നത്, അവിടേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം വർഷത്തിലെ നല്ലൊരു സമയം മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളാണ്. അപ്പോഴൊക്കെ സാധാരണഗതിയിൽ വാഹനങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരിക്കും തേസ്പൂർ മുതൽ തവാങ് വരെയുള്ള റോഡിനിടയ്ക്കാണ് നമ്മൾ ഈ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫോഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ സാധിക്കുക ബോർഡർ റീജിയൻസിലേക്ക്. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന് പറയുന്ന കോറിഡോറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സിലിഗുരി കോറിഡോർ വഴി ആസാമിലേക്ക് എത്തുന്നു. ആസാമിലെ ഗോഹട്ടി, അവിടെ നിന്ന് ആസാമിലെ തേസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, തേസ്പൂരിൽ നിന്നും നേരെ തവാങ്ങിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഏതാണ്ട് 825 കോടി രൂപ മുടക്കിയിട്ടാണ് ഇത് നമ്മൾ നിർമ്മിച്ചത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ്. വളരെ അടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ഇനോഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഡിഫൻസ് രംഗത്ത് വലിയൊരു നേട്ടമാണ് ഇതുവഴി വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം ഈ റോഡ് കണക്ടിവിറ്റിയാണ്. പലപ്പോഴും നമ്മളെ ചിന്തയിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ബോർഡർ റീജിയൻസിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പാസുകൾ, അത്തരത്തിലുള്ള ഒരുപാട് പാസുകളിൽ ടണലുകളും മറ്റ് ഗതാഗത സംവിധാനങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്ക് അതിവേഗത്തിൽ നമ്മുടെ ബോർഡർ റീജിയൻസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ റീജിയനിൽ തന്നെ ഒരു 2-3 പാസുകളുണ്ട്. ബോംഡില പാസ്, നെച്ചിഫു പാസ്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ സെല പാസ്. അപ്പോൾ ഈ പറഞ്ഞ നെച്ചിഫുവിലൊക്കെ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷനുകളൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ ലഡാക്ക് റീജിയനുകളിൽ, അരുണാചൽ പ്രദേശ് അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകൾ ഭാവിയിൽ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. ഇത്തരത്തിൽ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ നമുക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. രാജ്യത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു.